ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. വിദ്യാഭ്യാസം. മലബാറിലെ കർഷക കലാപത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി. രാമൻ നമ്പി. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ. ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ആൻസർ ഓപ്ഷൻ സി. മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി. അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ആൻസർ ഓപ്ഷൻ ഡി. സിംഗപ്പൂർ. ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ. ഓപ്പറേഷൻ അജയ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി. ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ പതാകയായ ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ. കറാച്ചി സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ. ജവഹർലാൽ നെഹ്റു.